സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ എല്ലാ മുന്നണികൾക്കും വേണ്ടി ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരികയാണ്. സോണിയാഗാന്ധി മെയ് 9-ാം തീയതി വരുന്നു, രാഹുൽ ഗാന്ധി 11-ാം തീയതി വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ബി.ജെ.പിയിൽ നിന്ന് നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്ര മന്ത്രിമാർ കൂട്ടത്തോടെ വരുന്നു. ബി.ജെ.പിയുടെ അധ്യക്ഷൻ അമിത്ഷാ വരുന്നു. ഇടതുപക്ഷത്ത് നിന്ന് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും സുധാകർ റെഡ്ഡിയും മാത്രമല്ല, ഇപ്പോൾ JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിനെ കൂടി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചരണത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. പ്രചരണ രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചതോടെ ദേശീയ നേതാക്കളുടെ പട കേരളത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനഘട്ടം കൊഴുപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മെയ് ആദ്യവാരം സംസ്ഥാനത്തെത്തും. സോണിയാഗാന്ധി 9-നും രാഹുൽ ഗാന്ധി 11-നുമാണ് എത്തുന്നത്. AK ആന്റണിയുടെ മണ്ഡല പര്യടനം മെയ് 1 മുതൽ തുടങ്ങും. കേന്ദ്ര നേതാക്കൾക്ക് പുറമെ 40ഓളം സ്റ്റാർ പ്രചാരകരെയാണ് പാർട്ടി പ്രചാരണത്തിന് ഇറക്കുന്നത്. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, ഗുലാം നബി ആസാദ്, മല്ലികാർജ്ജുൻ ഖാർഗെ, മുകുൾ വാസ്നിക്, ദീപക് ബാബറിയ എന്നിവർക്ക് പുറമെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും UDF-ന് വേണ്ടി പ്രചാരണം കൊഴുപ്പിക്കാൻ കേരളത്തിലെത്തും. ഇടത് വലത് മുന്നണികളെ തറപറ്റിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞാണ് BJP-യുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 2-ാം വാരത്തോടെ സംസ്ഥാനത്തെത്തും. നരേന്ദ്രമോദിക്ക് പുറമെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, സ്മൃതി ഇറാനി എന്നിവരും വോട്ട് ചോദിച്ചെത്തും. JP നദ്ദ, രാജീവ് പ്രതാപ് റൂഡി, അനന്ത് കുമാർ എന്നിവർ ഇതിനകം തന്നെ സംസ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ഇടതുമുന്നണിയുടെ പ്രചാരണം കൊഴുപ്പിക്കാൻ യെച്ചൂരിയെ കൂടാതെ 12 ദേശീയ നേതാക്കളാണ് കേരളത്തിലെത്തുന്നത്. സീതാറാം യെച്ചൂരി 30-നും പ്രകാശ് കാരാട്ട് മെയ് 1-നും കേരളത്തിലെത്തും. ഇവർക്ക് പുറമെ മണിക് സർക്കാർ, ബൃന്ദ കാരാട്ട്, AK പത്മനാഭൻ, BV രഘുവുലു, ഹനുമൻ മുള്ള, സുഭാഷ്ണി അലി തുടങ്ങിയ ദേശീയ നേതാക്കളും പ്രചരണത്തിനായി എത്തും. ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണ രംഗം ചൂടുപിടിപ്പിക്കാൻ JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറും കേരളത്തിലെത്തും. എന്തായാലും കേരളത്തിൽ കൊടും ചൂടും തിരഞ്ഞെടുപ്പ് ചൂടും കൊടുമ്പിരി കൊണ്ടു നിൽക്കെ കേന്ദ്ര നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള വരവ് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൗമുദി. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 4-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. വളരെ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ ആയിരുന്നു വോട്ടെടുപ്പ്. 2 ജില്ലകളിലായി 49 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായിരുന്നു ഇന്ന് നടന്ന വോട്ടെടുപ്പ്. പ്രമുഖർ തന്നെയുണ്ട്, ഏതാണ്ട് 1 ഡസനിൽ അധികം പേർ. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന തൃണമൂൽ നേതാവ് മദൻ മിത്രയുടെ മണ്ഡലം സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒന്നാണ്. തൃണമൂൽ മന്ത്രിമാരായിരുന്ന അമിത് മിത്ര, അരൂപ് റോയ്, പൂർണേന്ദു ബസു എന്നിവരാണ് ഇന്ന് ജനവിധി തേടിയവരിൽ പ്രമുഖർ. ഇവരെ കൂടാതെ BCCI മുൻ അധ്യക്ഷൻ ജഗ്മോഹൻ ഡാൽമിയുടെ മകളും ഇന്ന് തൃണമൂൽ ടിക്കറ്റിൽ ജനവിധി തേടി. 3-ാം ഘട്ട വോട്ടെടുപ്പിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മണ്ഡലങ്ങളിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളെയാണ് വിന്യസിച്ചിരുന്നത്. കായംകുളം വാളെന്ന് പറയുന്നത് ഒരു ഭാഷാ പ്രയോഗമാണെങ്കിൽ LDF-നും UDF-നും കായംകുളത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഇക്കുറി അത് അതുപോലെ തന്നെയായിരുന്നു. CPM-ൽ സിറ്റിംഗ് MLA CK സദാശിവൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പ്രാദേശിക ഘടകം ആവർത്തിച്ച് ശ്രമിച്ചിട്ടും നേതൃത്വം കനിഞ്ഞില്ല. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ VS പക്ഷക്കാരിൽ പ്രമുഖനാണ് സദാശിവൻ. ഒടുവിൽ പ്രതിഭാഹരി സ്ഥാനാർത്ഥി ആവുകയും ചെയ്തു. അതേസമയം UDF-ൽ ആണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ഗംഭീര തോൽവി ഏറ്റുവാങ്ങിയ ലിജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം നിരസിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രാദേശിക ഘടകത്തിൻ്റെ പ്രതിഷേധം. ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് കായംകുളം. ഈ 3 മുന്നണികളും പ്രധാനമായും കായംകുളത്ത് പയറ്റുന്നത് സമുദായ രാഷ്ട്രീയം തന്നെയാണ്. അവിടെ BDS-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷാജി M പണിക്കരാണ്. നമുക്ക് മണ്ഡലത്തിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമുക്ക് ടെലിഫോണിൽ ബന്ധപ്പെടാം ബിജു P വിജയനുമായി. ബിജു കേൾക്കാമോ? കേൾക്കാം. എന്താണ് കായംകുളത്തെ രാഷ്ട്രീയ സ്ഥിതി? സംസ്ഥാനത്ത് പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം. സ്ഥാനാർത്ഥി നിർണയം ഇരു മുന്നണികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ തീവാർന്ന പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ബിജു, ഈ ലിജുവിന്റെ കാര്യത്തിൽ ലിജു വലിയൊരു മാർജിനിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുധാകരനോട് പരാജയപ്പെട്ടത് അമ്പലപ്പുഴയിൽ. അപ്പോൾ ലിജുവിനെ ഇപ്പോൾ കായംകുളത്ത് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ? എന്താണ് അവിടെ? ലിജുവിന് വലിയ ബന്ധുബലവും ബന്ധവുമുള്ള ഒരു മണ്ഡലമാണ് കായംകുളം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിനാണ് G സുധാകരനോട് ലിജു പരാജയപ്പെട്ടതെങ്കിലും കായംകുളം തിരിച്ചു പിടിക്കുവാൻ ലിജുവാണ് നല്ല സ്ഥാനാർത്ഥി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഓക്കെ, അതുപോലെ ഈ സമുദായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈഴവ സമുദായത്തിന് വലിയ മുൻതൂക്കമുള്ള മണ്ഡലമാണ് കായംകുളം. ഈ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും അതേ സമുദായ അംഗങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് BDJS-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അപ്പോൾ ഈ സമുദായ വോട്ടുകളുടെ ഒരു വിതരണം എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് പറയാമോ? ആകെ 1,92,000 വോട്ടർമാരാണ് കായംകുളത്തുള്ളത്. ഇതിൽ ഹിന്ദു വോട്ടർമാർ 65% വരും. ഇതിൽ തന്നെ 40% വോട്ടുകൾ ഈഴവ വോട്ടുകളാണ്.
മുസ്ലിം വോട്ടുകൾ 20%, ക്രിസ്ത്യൻ വോട്ടുകൾ 15% വരും. ഈഴവ മെജോറിറ്റി മണ്ഡലമാണ് കായംകുളം. കായംകുളത്ത് നിന്ന് കായംകുളം മണ്ഡലത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് ബിജു പി വിജയൻ. നന്ദി ബിജു, നന്ദി. ഇനി നമുക്ക് മണ്ഡല വിശേഷങ്ങളുമായി മണ്ഡലകാലം. തലസ്ഥാന ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലം ഇത്തവണ വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് വേദിയൊരുക്കുന്നത്. അവിടെ 3 വട്ടം കോൺഗ്രസിന്റെ സീറ്റ് കാത്ത എം.എ. വാഹിദ് 4ാം ജയത്തിന് കച്ചമുറുക്കുമ്പോൾ 1996 മണ്ഡലം ചുവപ്പിച്ച ചരിത്രം ആവർത്തിക്കും എന്ന വിശ്വാസത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ. വാഹിദിൻ്റെയും കടകംപള്ളിയുടെയും അവകാശവാദങ്ങൾക്ക് മുന്നിൽ BJP നിർത്തുന്നത് ഒരു ചില്ലറക്കാരനെയല്ല. പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ വി മുരളീധരൻ ആണ് BJPയുടെ സ്ഥാനാർത്ഥി. തുല്യ ശക്തർ എന്ന് പറയാവുന്ന ഈ 3 നേതാക്കൾ മത്സരിക്കുന്ന കഴക്കൂട്ടം മണ്ഡലം സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. മഞ്ജിത് വർമ്മയുടെ റിപ്പോർട്ട്. തുടർച്ചയായി 3ാം വട്ടം വിജയസാധ്യതയുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവിനെ VM സുധീറിന് പോലും ആലോചിക്കാനാവാത്തതിനാൽ തികഞ്ഞ ആത്മവിശ്വാസവുമായാണ് കഴക്കൂട്ടത്ത് എം.എ. വാഹിദ് വീണ്ടും മത്സരിക്കുന്നത്. ടെക്നോ പാർക്ക് വികസനം, ലൈറ്റ് മെട്രോ, ബൈപ്പാസ് വീതി കൂട്ടൽ, പുതിയ മാളുകൾ തുടങ്ങി നിരവധി വികസന പദ്ധതികൾ മുൻനിർത്തിയാണ് വാഹിദിന്റെ പ്രചരണം. 22 വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പ് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 15 വർഷം കൊണ്ട് 42,000 കോടി രൂപയുടെ പൊതു സ്വകാര്യ നിക്ഷേപം ഈ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 96 ജയം ആവർത്തിക്കാനായി കഴക്കൂട്ടത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ. മണ്ഡലത്തിലെ വ്യക്തിബന്ധങ്ങൾ തന്നെ കടകംപള്ളിയുടെ ശക്തി. കഴിഞ്ഞ 15 വർഷക്കാലം വികസനം മുരടിപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു മാറ്റം ഉണ്ടാവണം എന്ന ഒരു പൊതുബോധത്തിലേക്ക് പൊതുസമൂഹം എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, പൊതുവെ ജനങ്ങളാകെ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ്. മാസങ്ങൾക്ക് മുമ്പ് മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങി ശക്തമായ ത്രികോണ മത്സരത്തിന് അടിത്തറയിട്ട് കഴിഞ്ഞു BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കിട്ടിയ മേൽക്കൈയാണ് BJPയുടെ ശക്തി. BJPയുടെ 16% വോട്ട് കൊണ്ട് ജയിക്കാൻ സാധ്യമല്ല. BJPയുടെ 16% വോട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ BDJSന്റെ വോട്ടും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ BJPക്ക് അനുകൂലമായിട്ട് വരുന്ന വോട്ടും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലുടനീളം ഈ തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുണ്ടാവും. 3 കക്ഷികൾക്കും പ്രതീക്ഷയുള്ള എന്നാൽ ആർക്കും ഉറപ്പില്ലാത്ത IT നഗരം ആർക്കൊപ്പമെന്നത് സസ്പെൻസ് തന്നെ. മലബാറിൽ ഇത്തവണ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. ഒരു കാലത്ത് ചുവപ്പ് കോട്ട ആയിരുന്ന ബേപ്പൂരിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ക്ഷയിച്ചത് പതുക്കെയാണ്. BJPയുടെ ശക്തി വർദ്ധിച്ചു വരുന്നതിന് ആനുപാതികമായിട്ടായിരുന്നു ഇത്. പഴയ ചുവപ്പിൻ്റെ ചരിത്രം ആവർത്തിക്കും എന്ന ആത്മവിശ്വാസത്തിൽ ആണ് ഇപ്പോൾ മേയർ ആയിരുന്ന VKC മുഹമ്മദ് കോയെ കളത്തിൽ ഇറക്കി ഇടതുപക്ഷം നടത്തുന്ന പരീക്ഷണം. ബേപ്പൂരിൽ നിന്ന് PC ഹരീഷിന്റെ റിപ്പോർട്ട്. CPM മാത്രമേ ജയിക്കൂ എന്ന് കണ്ണും പൂട്ടി പറയാവുന്ന മണ്ഡലമായിരുന്നു ബേപ്പൂർ. 2006 20,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ എളമരം കരീമിന് കഴിഞ്ഞ തവണ ലഭിച്ചത് അതിന്റെ 4/1 ഭൂരിപക്ഷം മാത്രം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും കുറഞ്ഞ് 1768-ലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഇവിടെ നിന്ന് 3 കൗൺസിലർമാരുമുണ്ടായി. മുൻ MLA VKC മുഹമ്മദ് കോയ എന്ന ജനപ്രിയ നേതാവിനെ മേയർ കസേരയിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവന്നാണ് CPM ഇവിടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ്. കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു വലിയ ദുരിതമാണ് അവിടെ. എളിയംപറമ്പിനെ നവീകരിക്കുക എന്നുള്ള ഒരു പ്രധാന ചുമതല അത് നിർവഹിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മന്ത്രിയായ എളമരം കരീമിനെ കഴിഞ്ഞ തവണ വിറപ്പിച്ചുവിട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൽസി തന്നെ വീണ്ടും എത്തുമ്പോൾ UDF ക്യാമ്പിൽ ആവേശം. ഈ മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ കോട്ടകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ്. 3.5 പതിറ്റാണ്ട് കാലമായി ഈ മണ്ഡലം നേരിട്ടുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പ് തന്നെയാണ്. BDJSന് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു വൻ പ്രതീക്ഷയിലാണ്. നാളിതുവരെയായി ബേപ്പൂരിൽ ജയിച്ചവരും കേരളത്തിൽ ഭരിച്ചവരും ഈ മണ്ഡലത്തിന് സമ്മാനിച്ചിട്ടുള്ള ദുരാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബേപ്പൂരിലെ ജനങ്ങൾ. തികച്ചും ബേപ്പൂരിലെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP വോട്ട് ചോദിക്കുന്നത്. ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന് മലയാളികളെ പഠിപ്പിച്ച കഥയുടെ സുൽത്താൻ നാട്ടിൽ ഇത്തവണ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ? കാത്തിരുന്ന് കാണാം. ബേപ്പൂരിൽ നിന്ന് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം PC ഹരീഷ്, കൗമുദി TV. മിനാർ TMT ബാലറ്റ് ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള.